പറങ്ങാണ്ടി പഴം പറക്കാൻ വന്നതാണ്. ഇനി കുറേ പറങ്ങാണ്ടി പഴങ്ങളുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീട്ടിൻ്റെ മേളിലുള്ള പറങ്ങാണ്ടി മരമാണ്. ഈ പറങ്ങാണ്ടി പഴം ഇങ്ങനെ വെറുതെ പഴുത്ത് വീണ് പോവുക. പണ്ടൊക്കെ ഇത് ഒരെണ്ണത്തിന് വേണ്ടി നമ്മൾ മരത്തിൻ്റെ മണ്ടേ വലിഞ്ഞു കയറുമായിരുന്നു, കമ്പിന് എറിഞ്ഞിടുമായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ആർക്കും വേണ്ടെന്നല്ല, പിള്ളേരൊന്നും ഇപ്പോൾ ഇത് കഴിക്കത്തില്ലല്ലോ. എന്നൊക്കെ പിന്നെ ഇങ്ങനെ മരത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ വീണ് പോവുക. അപ്പോൾ ഞാനും ഡിയോൻ കുട്ടനും ജുവാനും കൂടി ഈ പറങ്ങാണ്ടി പഴമെല്ലാം പറക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി. എല്ലാം നല്ല ഫ്രഷ് പഴം. പിള്ളേരൊന്നും കഴിക്കത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ പറക്കിയെടുത്ത് കഴിച്ചു. പിന്നെ ആ മേളത്തെ അതിൻ്റെ പരിപ്പില്ലേ, ആ പരിപ്പ് നമ്മൾ അത് ഇളക്കിയെടുത്തിട്ട് നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ 1 കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് മേളിലോട്ട് കയറി നോക്കിയതാണ്. ശരിക്കും പറങ്ങാണ്ടിപ്പഴം അവിടെ നിറയെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ, അതായത് ഈ ഞായറാഴ്ചത്തെ മെയിൻ പരിപാടി അതായിരുന്നു, ഇതെല്ലാം പറക്കുക. അങ്ങനെ കുറേ ഞങ്ങളെല്ലാം പറക്കി. ഡിയോൺ നല്ല ആവേശത്തിലായിരുന്നു ഇതെല്ലാം പറക്കി കൊണ്ടുവച്ചു. ജുവാനും കുറേ പറക്കി. അങ്ങനെ ഒരു ഞായറാഴ്ച ഞങ്ങൾ പറങ്ങാണ്ടിപ്പഴമായിട്ടങ്ങ് ചിലവഴിച്ചു. പിന്നെ ഇത് കഴിഞ്ഞ് ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. ഇതെല്ലാം അവിടെ വീണ് കിടക്കുന്നുണ്ടോ. നമ്മുടെയൊക്കെ കാലത്തായിരുന്നെങ്കിൽ ഒരെണ്ണം പോലും താഴെ കിടക്കത്തില്ല, അപ്പോഴേ പറക്കിക്കൊണ്ട് ജ്യൂസ് അടിക്കുമായിരുന്നു. ഉണ്ടോ, ശരിക്കും ഉണ്ട്, നല്ല അടിപൊളി പഴുത്തത്. ഈ നിൽക്കുന്ന എല്ലാം, അവിടെ എല്ലാം കാണുന്ന എല്ലാം പറങ്ങാണ്ടി മരമാണ്. താഴെ നിൽപ്പുണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു. കണ്ടോ, ഓരോ സ്ഥലത്തും 5ഉം 10ഉം വീതമൊക്കെ കിടക്കുന്നത്. കുറച്ചൊക്കെ ഞങ്ങൾ കുലുക്കിയിടുകയും ചെയ്തു. കുലുക്കിയിട്ട് കുറച്ചൊക്കെ കഴിച്ചു. എല്ലാം നല്ല പാകമായി വരുന്നതേ ഉള്ളൂ. പറമ്പ് മൊത്തം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഒപ്പിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. താഴെ നിൽക്കുക കേട്ടോ, കൊച്ചു പിള്ളേർക്ക് വരെ കയ്യെത്തിപ്പിച്ചാം ആ ഒരു ഇതിൽ നിൽക്കുക. ചിലതൊക്കെ അങ്ങ് മേളിൽ നിൽക്കുക. നല്ല പഴുത്ത് നിൽക്കുന്നതെല്ലാം മേളിലായിരുന്നു. അതാണ്ടോ, താഴെ നിൽക്കുക. ഡിയോൻ കുട്ടനെ ഒന്ന് പറിച്ചെടുക്കാം പഴുത്ത് കഴിഞ്ഞാൽ. അത്രയ്ക്ക് താഴെ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ പറങ്ങാണ്ടിപ്പഴം ഉണ്ടോ എന്നറിയില്ല. ചില സ്ഥലങ്ങളൊക്കെ കാണും, ചില സ്ഥലങ്ങളിൽ കാണത്തില്ല. സിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊന്നും കാണാൻ വഴിയില്ല. കണ്ടിട്ടുണ്ടാകത്തില്ലെന്നല്ല, അതായിട്ടങ്ങനെ കാണാൻ വഴിയില്ല. അങ്ങനെ ഡിയോൻ കുട്ടനും ജുവാനും മെയിൻ പരിപാടിയിലോട്ട് കയറിയിട്ടുണ്ട്. അവർ ഇതൊക്കെ 2-3 എണ്ണമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ചൊക്കെ വീണ് ചതഞ്ഞായതുകൊണ്ട് പിള്ളേരാരും എടുത്തില്ല. ഇതിൻ്റെ പരിപ്പ് മാത്രം എടുക്കുക. എന്നിട്ട് നമുക്കൊണ്ട് തീയിലിട്ട് ചുട്ട് കഴിക്കാൻ വേണ്ടിയാണ്. പിള്ളേർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. കുറച്ച് നേരം പോയി കിട്ടും. ഡിയോൻ കുട്ടൻ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഡിയോൻ കുട്ടൻ ശ്രദ്ധയില്ലാതെ പറങ്ങാണ്ടിപ്പഴം പറിച്ചിട്ട് പരിപ്പെടുത്ത് കളഞ്ഞിട്ട് പറങ്ങാണ്ടിപ്പഴമൊക്കെ അവിടെ വയ്ക്കുന്നുണ്ട്. ഇതാണ്ടില്ലേ ഡിയോൻ കുട്ടൻ്റെ പരിപാടിയായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഞായറാഴ്ച അടിച്ചു പൊളിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ലവലോലിക്ക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് പറിക്കാൻ പോകണം. ഇതാണ് ഞങ്ങളുടെ മാമൻ, പുള്ളിക്കാരൻ്റെയാണ് ഈ വസ്തു. അപ്പോൾ ഞാനിങ്ങനെ നല്ല പഴുത്ത് നിൽക്കുന്ന ഒരെണ്ണം ഇങ്ങനെ കണ്ടു. അപ്പോൾ അതൊന്ന് ചുമ്മാ ഒന്ന് അടുത്തോട്ടെടുത്ത് നോക്കിയതാണ്. അത്രയും അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല, എന്നാലും ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഞാനും പറിച്ച് കഴിച്ച് നോക്കാം. അങ്ങനെ ഞാനൊരെണ്ണം പറിച്ചെടുത്ത്. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ചെറിയൊരു കറയുടെ ഒരു ഇതുണ്ട്, പക്ഷെ അത് നല്ലതാണ്, വയറിനൊക്കെ നല്ലതാണ്. അടിപൊളി സാധനമാണ്, സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.